ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് എജു ടിപ്സ്. എക്സാം ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ്. ഈ 10ഉം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂറിസ്റ്റിക്സ് ആർ ഓപ്ഷൻ എ ന്യൂമോണിക്സ്, ഓപ്ഷൻ ബി പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്, ഓപ്ഷൻ സി ചങ്ക്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. എന്താണ് ഹ്യൂറിസ്റ്റിക്സ്? ഹ്യൂറിസ്റ്റിക്സ് ആർ problem solving technique. Option B ആണ് right answer. Next one, imagine you are bicycling in a race. Which of the following is the best example of an extrinsic motivation for this activity? Option A, biking to enjoy the fresh air. Option B, raising money for a charity you believe in. Option C, crowds cheering when you get a trophy. Option D, to increase your ഹെൽത്ത് ത്രൂ എക്സസൈസ്. അപ്പോൾ ഇവിടെ ബൈസൈക്ലിംഗ് ആണ് ഇൻ എ റേസിൽ. സോ അതിൽ നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷനായിട്ട് വരുന്നത് ഏതാണ്? ക്രൗഡ്സ് ചിയറിങ് വെൻ യു ഗെറ്റ് എ ട്രോഫി. അല്ലേ, നമുക്ക് ട്രോഫി കിട്ടുമ്പോൾ എന്താ ചെയ്യുക? ക്രൗഡ്സ് എല്ലാം ചിയർ ചെയ്യും, അല്ലെങ്കിൽ അപ്പ് 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 എന്ന് പറയുക, അതുപോലെ തന്നെ ക്ലാപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷനായിട്ട് വരുന്നത്. അല്ലേ, സോ ക്രൗഡ്സ് ചിയറിങ് വെൻ യു ഗെറ്റ് എ ട്രോഫി. Sour grapes attitude refers to the defense mechanism of rationalization, repression, sublimation, projection. Sour grapes attitude ഏതാ? റാഷണലൈസേഷൻ ആണ്. അതുപോലെ തന്നെ സ്വീറ്റ് ലെമനിസം എന്ന് പറയുന്നതും ഏതാണ്? റാഷണലൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം പോർഷനിൽ നിന്ന് എന്തായാലും നമുക്ക് 1 മാർക്കിന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ അപ്ലിക്കേഷൻ ലെവലിലുള്ള വളഞ്ഞു തിരിഞ്ഞ് ക്വസ്റ്റ്യൻസ് ആവാം, ചിലപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ളതാവാം. അപ്പോൾ ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ബൂസ്റ്ററിൻ്റെ 2ാമത്തെയും 3ാമത്തെയും ക്ലാസ്സിൽ നമ്മൾ ഡിഫൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിഫൻസ് മെക്കാനിസം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ കാണാത്തവർ ആ ഒരു ക്ലാസ് കാണുക, എക്സാം ബൂസ്റ്റർ 2 and 3. Okay. Next one, MMPI is used to assess option A memory, option B intelligence, option C personality, option D creativity. MMPI കണ്ടോ, അതിന് ഫുൾ ഫോം ഒന്നും തന്നിട്ടില്ല, വെറും MMPI. എന്താണ് MMPI? മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി. കഴിഞ്ഞ ക്ലാസ്, എക്സാം ബൂസ്റ്ററിൻ്റെ 15ാമത്തെ ക്ലാസ്സിൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണുക. ഇത് കഴിഞ്ഞ പ്രാവശ്യം ടെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. MMPI ഈസ് യൂസ്ഡ് ടു അസസ് ഏതാണ്? ഓപ്ഷൻ സി പേഴ്സണാലിറ്റി. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് intelligent test scores include all of these except, അവിടെ 2 അണ്ടർലൈൻ ഇട്ടേക്കാം. A, academic achievement, B, socio-economic status, C, heredity, and D, gender. Factors that significantly impact intelligence test score. അപ്പോൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഹെറിഡിറ്റി ഒക്കെ ആവും. പിന്നെ ഈ ജെൻഡറും ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോറുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. സോ ഇവിടെ ഏതാ വരിക? ഓപ്ഷൻ ഡി ജെൻഡറാണ്. അല്ലേ? The individual has both positive valence of approximate equal intensity that may cause conflict is known as option A approach conflict, option B approach avoidance conflict, option C avoidance conflict, option D none of this. The individual has both positive, രണ്ടും പോസിറ്റീവ് വാലൻസ് ആണ്. അപ്പോൾ എന്താ അവിടെ വരിക? approach conflict. 7th question, which of these is not characterized by formal operational stage? Which of these is not characterized by formal operational stage? Option A, use of abstract rules. Option B, ability to transfer knowledge. Option C, systematic approach to solve problems. And option D, reversibility of thought. ഇതിൽ ആദ്യത്തെ 3 യൂസ് ഓഫ് അബ്സ്ട്രാക്ട് റൂൾസ്, എബിലിറ്റി ടു ട്രാൻസ്ഫർ നോളേജ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സോൾവ് പ്രോബ്ലംസ്, ഇതെല്ലാം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ടാണ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നതിൽ വരുന്നത്. അല്ലേ, റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട് എവിടെയാണ് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അല്ലേ, അപ്പോൾ അത് വൃത്തിയായി പഠിക്കണേ. ഈ റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട് അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ്, ഇതൊക്കെ ഏതൊക്കെ സ്റ്റേജിലാണെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണേ. നെക്സ്റ്റ് വൺ,
വിച്ച് ഓഫ് ദീസ് പെയർ ഈസ് നോട്ട് കറക്റ്റ്? ഈ തന്നതിൽ കറക്റ്റ് അല്ലാത്ത പെയർ ഏതാ? സ്കിന്നർ ബിഹേവിയറിസം, വില്യം ജെയിംസ് ഫങ്ഷണലിസം, പാവ്ലോ സ്ട്രക്ചറലിസം, ഫ്രോയിഡ് സൈക്കോ അനാലിസിസ്. ഇതിലേതാ പെയർ? തെറ്റായ പെയർ ഏതാ? സ്ട്രക്ചറലിസം, പാവ്ലോ അല്ലേ? ബാക്കിയെല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, ഇൻ എ പ്രോഗ്രസീവ് ക്ലാസ് റൂം സെറ്റപ്പ് the teacher facilitates learning by providing an environment that option A promotes discovery, option A is restrictive, option C discourages inclusion, option D encourages repetition. In a progressive classroom setup, the teacher facilitates learning by providing an environment that എന്തായിരിക്കും? promotes discovery. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലേ? നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ടീച്ചർ ക്യാൻ ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു പ്രോസസ് എ കോംപ്ലക്സ് സിറ്റുവേഷൻ ബൈ ഓപ്ഷൻ എ എൻകറേജിങ് കോമ്പറ്റീഷൻ ആൻഡ് ഓഫറിങ് എ ഹൈ റിവാർഡ് ടു ദ ചൈൽഡ് ഹു കംപ്ലീറ്റ് ദ ടാസ്ക് ഫസ്റ്റ്, ഓപ്ഷൻ ബി നോട്ട് ഓഫറിങ് എനി ഹെൽപ്പ് അറ്റ് ഓൾ സോ ദാറ്റ് ചിൽഡ്രൻ ലേൺ ടു ഹെൽപ്പ് ഓൺ ദയർ ഓൺ, ഓപ്ഷൻ സി ഗിവിങ് എ ലെക്ചർ ഓൺ ഇറ്റ്, ഓപ്ഷൻ ഡി ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് റൈറ്റിംഗ് ഡൗൺ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് സിറ്റുവേഷന് ഒരു ടീച്ചർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക്? അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടൊരു ടാസ്ക് ആകുമ്പോൾ അത് എന്ത് ചെയ്യണം? സ്മോളർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്ത് ആ കോംപ്ലക്സ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഈസി ആയിരിക്കും. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കൊടുക്കുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി, ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് റൈറ്റിംഗ് ഡൗൺ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, 10 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ എക്സാംസ് എല്ലാം അടുത്തെത്താറായി. ഇനി കുറച്ച് അധികം ദിവസങ്ങൾ പോലും ഇല്ല. സോ എക്സാമിന് വേണ്ടി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ എക്സാമിന് വേണ്ടി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാനിനി അടുത്ത ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയുള്ള ക്ലാസ്സസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.